ഹായ്, ഹലോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സൊസൈറ്റിയിൽ 90% ആളുകളും കഠിനമായി അധ്വാനം ചെയ്യും. എന്നാൽ 1% ആൾക്കാർ മാത്രമാണ് അവസരങ്ങൾ, സമയം, പണം എന്നിവയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിന് കാരണം ലക്കല്ല, അവരുടെ ചിന്താഗതിയാണ്. നിങ്ങൾക്കും കൂടുതൽ പണം, ജീവിതത്തിൽ സ്വാതന്ത്ര്യം, മറ്റുള്ള മേഖലകളിൽ നിയന്ത്രണം ഒക്കെ വേണമെങ്കിൽ കഠിനാധ്വാനമല്ല വേണ്ടത്, അതുപോലെ പുതിയ ജോലിയുമല്ല വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് പുതിയ ചിന്താഗതിയാണ് വേണ്ടത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് 1% ആൾക്കാർ എങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ചിന്തിച്ച് നിങ്ങൾക്കും നേട്ടം കൊയ്യാം, വിജയം കൊയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, 1% ആളുകൾ ചിന്തിക്കുന്നത് അവർ സാലറിയെ പറ്റിയല്ല ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഓണർഷിപ്പിനെ പറ്റിയാണ്. അതായത് ഇതിന്റെ ഉടമസ്ഥാവകാശം എങ്ങനെ നേടിയെടുക്കാം എന്നതാണ് അവർ ചിന്തിക്കുന്നത്. സാധാരണയുള്ള ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് എത്ര ശമ്പളം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ശമ്പളം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. എന്നാൽ ഈ 1% ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വിജയിച്ചിട്ടുള്ള മൾട്ടി മില്യണറായിട്ടുള്ള ആൾക്കാർ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അവരാണ് ഈ 1% എന്ന് പറയുന്നത്. അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഉടമസ്ഥാവകാശം നേടിയെടുക്കാം, ഓണർഷിപ്പ് നേടിയെടുക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ചിലപ്പോൾ ഷെയർ ഹോൾഡ് ചെയ്യും, ഷെയറുകൾ മേടിക്കും, ചിലപ്പോൾ അവർ അസറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ബിസിനസ്സിൽ പങ്കാളികളാകും. അങ്ങനെ ഇതിലെങ്ങനെ ഓണർഷിപ്പ്, അതിന്റെ ഉടമസ്ഥാവകാശം നേടിയെടുക്കാം, അതിലൂടെ ഏറ്റവും കൂടുതൽ സമ്പത്ത് നേടിയെടുക്കാം, കൂടുതൽ വരുമാനം നേടിയെടുക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ സമയത്തിനെയും പണത്തിനെയും തുല്യമായിട്ടാണ് കാണുന്നത്. കാരണം സമയം എന്നുള്ളത് പണം തന്നെയാണ്. അപ്പോൾ അവർ പണം ഉണ്ടാക്കാനായിട്ടുള്ള പുതിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നു, അവയിൽ നിന്ന് പണം ഉണ്ടാക്കുന്നതിന്റെ പറ്റി ചിന്തിക്കും. അതുകൊണ്ട് തന്നെ അവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടി പണം, ഈ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1% ആൾക്കാർ ലിവറേജ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലിവറേജ്, അതായത് അവർക്ക് വേണ്ടി പകരമായിട്ട് ആളുകളാവാം, അല്ലെങ്കിൽ സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ടെക്നോളജി ആകാം, അല്ലെങ്കിൽ മെഷീൻസ് ആകാം, ഇവർക്ക് വേണ്ടി പണിയെടുത്ത് പൈസ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. അതാണ് ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോർമലായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൂടുതൽ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇവർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഇവർ ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് ഇവർ മറ്റുള്ള ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് മിഷൻസ് വാങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 1% ആൾക്കാർ ഈ കുറഞ്ഞ പരിശ്രമത്തിലൂടെ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. കാരണം ഇവർ ലിവറേജ് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അതിൽ നിന്ന് ഇവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കൂടുതൽ എമൗണ്ട് മണി ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അത് ചിലപ്പം ബിസിനസ് ആവാം, ചിലപ്പോൾ അസറ്റ് ആവാം, ചിലപ്പം ടെക്നോളജി ആവാം, ചിലപ്പം അത് മെഷീൻ ആവാം, അങ്ങനെ എന്തുമാകാം. അപ്പം നല്ല ഒരു തീരുമാനം പ്ലസ് ഒരു ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കഠിനാധ്വാനം ചെയ്യുന്നതിന് തുല്യമാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ലോങ് ടൈം പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നോർമലായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ, അതിന് ഭൂരിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേഗത്തിൽ പണം വേണം, വേഗത്തിൽ സക്സസ് ആകണം, വേഗത്തിൽ വിജയിക്കണം, അതിനുവേണ്ടി ചുരുങ്ങിയ ചെലവിൽ അല്ലെങ്കിൽ ചില ഗിമിക്കുകളിലൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെയുള്ളതാണ് അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഈ 1% ആയിട്ടുള്ള ഈ റിച്ച് ആയിട്ടുള്ള ഇവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലോങ് ടൈമിലേക്കാണ് ചിന്തിക്കുന്നത്. ഇവർ 5 ഇയേഴ്സ്, 10 ഇയേഴ്സ്, അല്ലെങ്കിൽ അടുത്ത തലമുറ എന്നിവയെ പറ്റിയൊക്കെ ചിന്തിച്ച് അവർ ലോങ് പ്ലാനിങ്ങിലൂടെ ലോങ് ടൈമായിട്ട് ചിന്തിച്ച് ലോങ് ടൈമിലേക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സിസ്റ്റങ്ങളും പല പ്ലാനിങ്ങുകളും പല സ്ട്രാറ്റജീസും ഉണ്ടാക്കി അതിൽ ഈ 1% ആൾക്കാർ ക്ഷമയുള്ളവരുമാണ്. അതുകൊണ്ടാണ് അവർ ലോങ് ടൈമായിട്ട് ചിന്തിക്കുക, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത്, അതിനുവേണ്ടി പ്ലാൻ ചെയ്ത്, അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. അവർ ലോങ് ടൈമിൽ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും. അതിൽ നിന്ന് വൻ ലാഭങ്ങൾ അവർ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഈ വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാധനമല്ല, ഇത് കുറച്ച് സമയം എടുത്തുണ്ടാകുന്ന ഒരു സാധനമാണ്. അതിനുവേണ്ടി അവർ ക്ഷമയോടെ കാത്തിരിക്കുവാനും അതിനുവേണ്ടി മറ്റുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനും അവർ വളരെ മിടുക്കരാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ആൾക്കാർ കൺട്രോൾ ദർ ഇമോഷൻസ് എന്നുള്ളതാണ്. ദരിദ്രരായിട്ടുള്ളവർ പെട്ടെന്ന് പ്രതികരിക്കും. അതുപോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, ഭയമായിരിക്കും, റിസ്ക് എടുക്കുവാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഭയമായിരിക്കും. പക്ഷേ ഈ 1% ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ശാന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യും. ലോസിൽ അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുമ്പോൾ അവർ അമിതമായിട്ട് പരിഭ്രമിക്കുകയോ പേടിക്കുകയോ ഒന്നുമില്ല. അതുപോലെ അവർക്ക് വൻ ലാഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര എക്സൈറ്റ്മെന്റും അവർക്ക് അതിലില്ല. അവർക്ക് ഇമോഷൻസിനെ വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ അധികമായിട്ട് നമ്മുടെ പൈസ ചെലവാക്കുന്നതും ഷോപ്പിംഗ് നടത്തുന്നതും തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതും ഒക്കെ ഈ ഇമോഷൻസിൽ കൺട്രോൾ നമുക്കില്ലാത്തത് കൊണ്ടാണ്.
ഏറ്റവും നല്ല സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഏതാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നത് എന്ന് അവർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. സോ ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ കൺട്രോൾ തന്നെയാണ്. 5th പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ഇൻവെസ്റ്റ് ബിഫോർ സ്പെൻഡ് എന്നുള്ളതാണ്. അതായത് അവർ പണം ചെലവഴിക്കുന്നതിന് മുമ്പ് ലൈഫ് സ്റ്റൈൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവരുടെ ഇൻകത്തിൽ നിന്ന് അതിൽ നിന്ന് 1% നല്ലൊരു പെർസെൻറ്റേജ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. നോർമലായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നു, അവർക്ക് സാലറി കിട്ടുന്നു, അവർ സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ മിച്ചം സേവിങ്സിൽ വെക്കാം എന്നുള്ളതാണ് സാധാരണ ധരിക്കുന്നത്. എന്നാൽ ഈ 1% ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവർ നേരെ തിരിച്ചാണ്. അവർ ചെയ്യുന്നു, അവർക്ക് സാലറി കിട്ടുന്നു, സാലറിന്ന് അത് തന്നെ ഉടൻ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. സോ അവർ അവരുടെ ഭാവിക്ക് വേണ്ടി ആദ്യം തന്നെ അവർ പണം കൊടുക്കുന്നു. അതായത് ലൈഫ് സ്റ്റൈലിന് മുമ്പ് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് കളയുന്നതിന് മുമ്പ് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ റിച്ച് പീപ്പിൾ ദേ ഡോണ്ട് ലുക്ക് ലൈക്ക് റിച്ച് ഇൻ എയർലി. അവരെ മുൻപ് ആദ്യം കാണുന്നതുകൊണ്ട് അവർ റിച്ച് ആയിട്ടും തോന്നത്തില്ല. പക്ഷെങ്കിൽ കാലക്രമേണ അവർ പതിയെ ആകുമ്പോൾ അവർ വളരെ റിച്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അതായത് റിച്ച് ആകാൻ മനസ്സിൽ തീരുമാനം എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവർ ഷോ ഓഫിന് വേണ്ടി അധികം പൈസ ഒന്നും കളയാറില്ല. പക്ഷെ മറ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷോ ഓഫിന് വേണ്ടി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയും പൈസ ദൂർത്തടിക്കുന്നു, അങ്ങനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ബ്രാൻഡഡ് ഷർട്ടാകാം, വണ്ടികളാകാം, വീടാകാം, അങ്ങനെ അവർ പൈസ ഇങ്ങനെ അവരുടെ പൊക്കോണ്ടിരിക്കുന്നു. അതിനകത്ത് തന്നെ അവർ റിച്ച് ആകുന്നു. 6th പോയിന്റ് 1% ലേൺ എവറി ഡേ എന്നുള്ളതാണ്. അതായത് അവർ കണ്ടിന്യൂസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ പഠനത്തിന് ഒരു സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അവരൊരിക്കലും ചെയ്യുന്നില്ല. അവർ പുതിയ കാര്യങ്ങളാകാം, പുതിയ ടെക്നോളജികളാകാം, പുതിയ സ്ട്രാറ്റജികളാകാം, എന്തുമാകാം, അവർ കണ്ടിന്യൂസ് ഇങ്ങനെ റീഡ് ചെയ്യുന്നു, പഠിക്കുന്നു, പുതിയ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊരിക്കലും പറയത്തില്ല എനിക്ക് എല്ലാം അറിയാം, എനിക്കിതൊക്കെ അറിയാം, നീ ഇതൊന്നും പറയേണ്ടെന്നൊന്നും അവർ പറയാറില്ല. അവർ ഇനിയും എന്തെനിക്ക് പഠിക്കാൻ കഴിയും, ഇനിയും എന്തിനെ പറ്റി എനിക്ക് എന്താണ് അറിവില്ലാത്ത എനിക്ക് ഏത് കാറ്റഗറിയിലാണ്, അതിനെപ്പറ്റി അവർ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നോർമലായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇനി അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ജോലി കിട്ടി എന്ന് കഴിഞ്ഞാൽ അതോടുകൂടി അവർ പഠനം നിർത്തുകയാണ്. അത് കഴിഞ്ഞ് വായനാശീലമോ അല്ലെങ്കിൽ നിരീക്ഷണ പാഠമോ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം പഠനം എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല, ഇറ്റ്സ് എ വെപ്പൺ, ഒരു ആയുധമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമ്പന്നമായി ഒരു കുടുംബത്തിൽ ജനിക്കുകയോ അല്ലെങ്കിൽ സമ്പന്നനായി ജനിക്കുകയോ ഒന്നും വേണ്ട. ഈ സമ്പന്നമായി നല്ല രീതിയിൽ ചിന്ത ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്താഗതി മാറ്റിയെടുത്താൽ മതി. നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ഇതുപോലെ ചിന്താഗതിയിലേക്ക് നിങ്ങളുടെ മൈൻഡും കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പോൾ ഈ 1% ആൾക്കാരെ പോലെ നിങ്ങളും ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ ഹാബിറ്റ്സിനെ മാറ്റം കൊണ്ടുവരും. ആ ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരും. ലൈഫിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ഈ വർഷം താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു.